നമുക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം ആ വേദഭാഗം നമുക്ക് വേഗത്തിൽ ഒന്ന് വായിപ്പാൻ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. 2-ാം അധ്യായം 31 മുതലുള്ള വേദഭാഗം നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആ വാക്ക് ശ്രദ്ധിക്കണേ. പ്രവാചകൻ ദൈവാത്മാവിൽ പറയാണ്, ഇപ്പോഴത്തെ തലമുറയായുള്ളവേ യഹോവയുടെ അരുളപ്പാട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിലെ തലമുറകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകന് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറയായുള്ളവേ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ. അടുത്തത്, ഞാൻ ഇസ്രായേലിന് ഒരു മരുഭൂമി ആയിരുന്നു. ദൈവം ചോദിക്കുക, ഞാൻ ഇസ്രായേലിന് ഒരു മരുഭൂമി ആയിരുന്നുവോ? അടുത്തത്, അന്ധകാര പ്രദേശമായിരുന്നുവോ? പിന്നീട്, ഞങ്ങൾ കെട്ടൊഴിഞ്ഞ് നടന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴത്തെ തലമുറയുടെ പ്രത്യേകത മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? എന്താണ് അവസ്ഥ? അതായത് ഇവരെ ഒന്നും കൂട്ടിക്കെട്ടാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതായത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയുടെ അകത്ത് ഇവരാക്കാൻ ബുദ്ധിമുട്ടാണ്. പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ അങ്ങ് മോശമായിട്ട് ചിത്രീകരിക്കല്ല ചെയ്യുന്നത്, മറിച്ച് ലോകത്തിന്റെ ഒഴുക്ക് ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് എന്താണ് അവർക്ക് കിട്ടുന്ന ആത്മീയ അനുഭവങ്ങളുടെ സമയങ്ങൾ എന്ന് പറയുന്നത് തുലം ചുരുക്കമാണ്, അല്ലേ? ഒരാഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കണം, അവർ ഏറ്റവും അധികം ജീവിക്കുന്നത് കൂട്ടായ്മയിലാണോ? ഒരിക്കലുമല്ല, ലോകത്താണ്. ലോകം നമ്മൾ മനസ്സിലാക്കണം. എന്താ ബലമുള്ളവനെ പോലും വലിച്ചിഴക്കത്തക്ക നിലകളിൽ ലോകം അതിന്റെ പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ പ്രവാചകൻ പറയുന്ന വാക്ക് ഇതാണ്, അന്ധകാര പ്രദേശമായിരുന്നുവോ? എന്നിട്ട് പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന മക്കളെ സംബന്ധിച്ച് നമ്മൾ ഇവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. മനസ്സിലാകുന്നുണ്ട്? ഒരു സമയത്ത് ഉണർവ് നടന്ന രാജ്യങ്ങൾ നമ്മൾ പഠിക്കണം. ഇന്ന് അവിടെ ഒന്നും നമ്മൾ മനസ്സിലാക്കുക എന്താണ്, അവിടെ തലമുറകളൊന്നും അങ്ങോട്ട് പോകുന്നില്ല. മദ്യഷാപ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയുക, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്താണ് ഉണർവ് ആളിക്കത്തിയ സമയങ്ങളാണ്. വെയിൽസ് എന്ന് പറയുന്ന രാജ്യത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുക, 17 വയസ്സുള്ള ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന കൊച്ചു ചെറുക്കനിലൂടെയാണ് ഉണർവ് കത്തിയത്. മനസ്സിലാകുന്നുണ്ടോ? ആ ഉണർവ് കാണാനായിട്ട് ലോകത്തിൽ നിന്ന് അനേക ആളുകൾ ഗവേഷകന്മാർ ചെയ്ത് എന്താണ് ഇതിന്റെ രഹസ്യം, എന്താ മനസ്സിലാകുന്നുണ്ടോ? അതായത് എന്താണ് അവിടെയുള്ള പള്ളികളിൽ നിൽക്കാൻ പോലും കഴിയാത്ത നിലകളിലേക്ക് ആളുകൾ ഓടിച്ചെന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിലെ വെയിൽസിലൊക്കെ. പക്ഷെ ഇപ്പോൾ നമ്മുടെ പല പിള്ളേർ അവിടെയുണ്ട്. നമ്മുടെ ചർച്ചിലുള്ള ഒരു മോൾ അവിടെയുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പൊ എന്റെ ഓർമ്മയിൽ നിന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട് വെയിൽസിന്റെ അവസ്ഥ എന്താണ്? അവൾ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഇന്ന് പള്ളികളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. കുറെ വൃദ്ധരായിരിക്കുന്ന ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നത്. യുവ തലമുറ അങ്ങോട്ട് പോകുന്നില്ല. അവർക്ക് കല്യാണം വേണ്ട, കുടുംബജീവിതം വേണ്ട, മക്കളെ വേണ്ട. അവര് എന്താണ് ഒരു യുക്തിവാദികളായി അവരങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ മക്കൾ വന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അത് ഭയങ്കര ദൈവകൃപയാണ്. കാരണം ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത തലമുറയാണ് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്ത, ആരാധന ജീവിതത്തോട് താല്പര്യമില്ലാത്ത, വചന ധ്യാനത്തോട് താല്പര്യമില്ലാത്ത ഒരു തലമുറ പെന്തക്കോസ്തിനകത്ത് പ്രബലപ്പെടുകയാണ്. മനസ്സിലാകുന്നുണ്ട്? ഇതിന്റെ നടുവിൽ ഞാൻ പറയട്ടെ, നമ്മുടെ പക്കൽ വന്നിരിക്കുമ്പോൾ നമ്മൾ അവരെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ദൈവത്തിന്റെ അസാധാരണമായ പ്രവർത്തനങ്ങളിൽ നാളുകൾ ഉണ്ടാകണം. ഇവിടെ പ്രവാചകൻ പറയുന്ന വാക്ക് നോക്കുക, എന്താ പറയുന്നത്? ഞങ്ങൾ ഏത് പരിവത്തിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്നും കൂട്ടിക്കേട്ടാനായിട്ട് ആളില്ലെന്ന്. ഞങ്ങളുടെ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് കൊണ്ടുവരാൻ ആളില്ല. മനസ്സിലാകുന്നുണ്ട്? ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കെട്ടിയടച്ച തോട്ടമാണല്ലേ? അങ്ങനെയാ ബൈബിൾ വായിക്കുന്നത്. ദൈവത്തിന്റെ വചനമാകുന്ന വ്യവസ്ഥയുടെ അകത്ത് നിൽക്കുന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുന്നത് അറിയുമോ? ദൈവ പ്രമാണത്തിൽ നിന്ന് എല്ലാവരും ഒരു അയവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ മേഖലകളും നോക്കുക, എന്താണ് ലൂസ് ആയിക്കൊണ്ടിരിക്കുക, അല്ലേ?
എല്ലാത്തിനും ലൂസാണ്. പ്രാർത്ഥനയ്ക്ക് ലൂസാണ്, ആത്മീയ കാര്യങ്ങൾ മൊത്തം എന്താ പറയുക, അയവിന്റെ ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ പ്രവാചകൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ പറയുകയാണ്, ഞങ്ങൾ എങ്ങനെ നടക്കുന്നു? കെട്ടഴിഞ്ഞ് നടക്കുന്നു. അടുത്തത്, ഇനി നിന്റെ അടുക്കൽ വരികയില്ല എന്ന് എന്റെ ജനം പറയുന്നത്. ആരാ പറയുന്നത്? ഇതാരെ? ലോകമല്ല പറയുന്നത്, മറിച്ചെന്ന് അറിയുമോ? സത്യദൈവത്തെ അറിഞ്ഞ എന്താണ് പിൻതലമുറക്കാർ പറഞ്ഞ വാക്കാണ്. അവരെന്താ പറയുന്നത്? ഇനി നിന്റെ അടുക്കൽ വരികയില്ല എന്ന് എന്റെ ജനം പറയുന്നത് എന്ത്? എന്നിട്ട് അവിടെ ഒരു അലങ്കാര പ്രയോഗം പറയുന്നുണ്ട്. എന്താണെന്നറിയുമോ? ഒരു കന്യക തന്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തന്റെ അരക്കച്ചയും മറക്കുമോ? ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ല. മനസ്സിലാകുന്നുണ്ട്? അവിടെ പറയാണ്, ഒരു കന്യക ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തന്റെ ആഭരണങ്ങൾ ഒഴിവാക്കി നടക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പറയുകയാണ്, തന്റെ ഒരു മണവാട്ടി തന്റെ അരക്കച്ചയും മറക്കുമോ? അടുത്ത വാക്കെന്താണ്? എന്നാൽ എന്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഇതാണ് ഇന്ന് ലോകത്തിന്റെ ചിത്രം. ആത്മീയത മറന്ന ഒരു ലോകം. ആത്മീയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? അതങ്ങ് വിസ്മൃതിയിലാവുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥന മറന്നു പോകുന്ന ഒരു തലമുറ. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പിള്ളേരുടെ കാര്യം എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്കറിയാം. നമ്മൾ ചിന്തിക്കുക, ഇന്ന് ബൈബിൾ വചന ധ്യാനത്തോട് ഇന്നത്തെ തലമുറയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടോ? വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ള പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് 10,000 നന്ദി പറയണം. ദൈവവചനം മറക്കുന്ന, ആത്മീയത മറന്നു പോകുന്ന ഒരു ലോകത്തെ നമ്മളൊക്കെ ജീവിക്കുന്നത്. കെട്ടടിഞ്ഞവരായിട്ട് നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ നടുവിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വചനത്തിന്റെ ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്നറിയുമോ? അന്ന് തന്റെ ആ ക്രൂശ് മരണ സമയത്ത് ഭാരമേറിയ ക്രൂശ് ചുമന്ന് പലയിടത്ത് വീടും എഴുന്നേറ്റും അത് നിൽക്കുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് യെരൂശലേം പുത്രിമാര് അലറി കരയുന്നുണ്ടല്ലേ? അലമുറയിട്ട് കരയുകയാണ്. ആ സഹോദരിമാരോട് യേശു പറഞ്ഞ വാക്കെന്നറിയുമോ? ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയെ അല്ല നിങ്ങൾ ഓർത്ത് കരയേണ്ടത്, മറിച്ച് ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ പിന്നാലെ അലറി കരഞ്ഞു വരുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കാൻ പോകുന്നതിന്റെ അപകടം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ, നമ്മൾ യേശുവിന്റെ ക്രൂശിനെ ഓർത്തല്ല നമ്മൾ അലറി കരയേണ്ടത്, മറിച്ച് ആ ക്രൂശ് മരണത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന സാധ്യതകൾ, എന്റെ ജീവിതത്തെ വിടുവിക്കുവാൻ, എന്നെ വാസ്തവത്തിൽ പണിതെടുക്കാനായിട്ട് കർത്താവ് തകർക്കപ്പെടുകയാണ്. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? നമ്മൾ ഈ ദിവസങ്ങൾ തിരിച്ചറിയണം, നമ്മൾ ഏറ്റവും അധികം കരയേണ്ട കാലഘട്ടമാണ് മക്കൾക്ക് വേണ്ടി. കാരണം ദൈവത്തെ അറിയാത്തൊരു തലമുറ എവിടെ എഴുന്നേൽക്കുന്നു? പെന്തക്കോസ്തിൽ തന്നെ എഴുന്നേൽക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? പെന്തക്കോസ്തിന്റെ അകത്ത് തന്നെ ഒരു ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി വെളിപ്പെടുകയാണ്. ദൈവകാര്യത്തോട് താല്പര്യമില്ലാത്ത, ആത്മീയതയോട് പുറംതിരിയുന്ന ഒരു വിഭാഗം എവിടെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ തന്നെ എഴുന്നേൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ നടുവിൽ നമ്മൾ വളരെ കരുതലോടെ വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ജീവിക്കാനായിട്ട്. ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ എന്ന് ന്യായാധിപരുടെ പുസ്തകത്തിലുണ്ടല്ലോ, ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ. ഒന്ന് വായിക്കാമോ വേദഭാഗം? ഞാൻ ഈ വേദഭാഗം എന്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഇത് നമ്മൾ ഈ നാളുകളിൽ വളരെയധികം കർത്താവിനോട് പ്രാർത്ഥിച്ച് മുന്നേറേണ്ട ഒരു സമയമാണ് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ വേദഭാഗങ്ങൾ ദൈവജനത്തിന് മുൻപാകെ അറിയിക്കുന്നത്. ഒന്ന് വായിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 10-ാമത്തെ വേദഭാഗം വായിക്കാം. 10-ാമത്തെ വേദഭാഗം. പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. ഇത് 1-ാം തലമുറയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. സെക്കൻഡ് ജനറേഷൻ. അടുത്ത വാക്ക് നോക്കുക. എന്ന് പറഞ്ഞാൽ ഒരു തലമുറ, ആത്മീയ തലമുറയ്ക്ക് ശേഷം എന്താ സംഭവിക്കുന്നത്? അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ അറിയാത്ത വേറൊരു
തലമുറ ഉണ്ടായി. ഇതാണ് സെക്കൻഡ് ജനറേഷന്റെ അപകടമാണ് ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒന്നാം തലമുറ ആരെ സേവിച്ചവരാണ്? ദൈവത്തെ സേവിച്ചു. അവർ വിശ്വാസത്തിൽ അവർ മരിക്കുന്ന ഒരനുഭവം ഉണ്ടാകുന്നു. പക്ഷേ അടുത്ത തലമുറയെ കുറിച്ച് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. എന്താ പറയുന്നത്? യഹോവയെയും മാത്രമല്ല പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം ചെയ്ത ദൈവ പ്രവൃത്തിയെ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടാവുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. അതായത് ഈ വേറൊരു തലമുറ, ദൈവത്തെ അറിയാത്ത തലമുറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? വീണ്ടും ജനിക്കാത്ത ഒരു തലമുറ. വീണ്ടും ജനിക്കാത്ത തലമുറ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവരുടെ വീട്ടിലാണ് ഇവർ ജനിച്ചത്. പക്ഷേ ഇവർ ഏതനുഭവത്തിൽ എത്തിയിട്ടില്ല. വീണ്ടും ജനനത്തിലേക്ക് വരണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വീണ്ടും ജനനം എന്ന് പറയുന്ന ഈ സ്വർഗീയ അനുഭവം നമ്മുടെ ഒക്കെ എന്താണ് പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ ഈ വിത്ത് നമ്മൾ നന്നായിട്ട് വിതയ്ക്കണം. ഏത് വിത്താണ് വിതയ്ക്കുന്നത് ആ വിത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം എന്താ ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊക്കെ ഏകദേശം എന്താണ് ഒന്നാം തലമുറയിൽപ്പെട്ടവരാണ്. പക്ഷെ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവര് എന്ത് കണ്ട വളരുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർ കുറച്ച് കഴിയുമ്പോൾ ബൈഹാറ്റ് അവർ പ്രാർത്ഥിക്കുന്നത്. അന്യഭാഷ അടക്കം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പിള്ളേര്? ബൈഹാറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. അതായത് ചെറിയ പിള്ളേരെ നമ്മൾ നോക്ക്. അതായത് നമ്മുടെ ചർച്ചകളിലൊക്കെ ഇന്നിപ്പോ അന്യഭാഷ പോലൊക്കെ നമ്മുടെ സഭയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പറയുന്ന നമ്മുടെ ചർച്ചിലെ സീരിയസ് ആയിരിക്കുന്ന ദൈവമക്കൾ പറയുന്ന അന്യഭാഷ അടക്കം നമ്മുടെ പിള്ളേര് ബൈഹാർട്ട് ചെയ്ത് എന്ത് ചെയ്യും? അവര് വീട്ടിൽ പോയിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? ഒരു സഭാ ആരാധന അവർ വീട്ടിൽ പോയി നടത്തുക എന്ന് പറയും. ഇന്ന ആന്റി ഇന്ന രീതിയിലാണ് അന്യഭാഷ പറയുന്നത്. കാരണം അവരിത് കംപ്ലീറ്റ് വാച്ച് ചെയ്യാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരു പക്ഷേ ശ്രദ്ധിക്കും, ഇതുങ്ങളൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇവര് എന്തൊക്കെ ഉഴപ്പത്തരം കാണിച്ചാലും നമ്മൾ ഈ പറയുന്ന ഒക്കെ ഇതുങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അന്യഭാഷ അടക്കം ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പഠിക്കുകയാണ്. അപ്പോൾ അവര് പാട്ടും അവർ പഠിക്കുന്നു, അതുപോലെ നമ്മൾ പ്രാർത്ഥന അവര് പഠിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇവർ അനുഭവം ഇല്ലാതെ ഇതൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒന്നാം തലമുറ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണെന്നറിയുമോ? ഒന്നാം തലമുറയ്ക്ക് എന്താണ് ശരിക്കും അനുഭവങ്ങളുണ്ട്. ഒന്നാം തലമുറയ്ക്ക് എന്തുണ്ട്? അനുഭവമുണ്ട്. ഒന്നാം തലമുറയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാം തലമുറ കർത്താവിനെ അനുഭവിച്ചു വരുന്നവരാണ്. രണ്ടാം തലമുറ അനുഭവിച്ചു വരികയല്ല, അവർ അനുകരിക്കുന്നവരാണ്. അവരെന്ത് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന അവരെന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേര് എന്ത് ചെയ്യും? കാരണം അവരത് അവരിപ്പോൾ ഒരു ഹൈന്ദവ മതത്തിലോ ഒരു മുസ്ലിം മതത്തിലോ ജനിച്ചു വന്നെങ്കിൽ അവർ അറിയാതെ ആ മതപരമായ കാര്യങ്ങൾ അവർ ചെയ്യും. ഇതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് നമ്മുടെ ഈ ആത്മീയത എന്ന് പറയുന്നത് ഒരു ആചാരം മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അവരനുഭവിക്കുന്നില്ല. അനുഭവിക്കണമെങ്കിൽ നമ്മുടെ പിള്ളേർ എന്തിലേക്ക് വരണം? വീണ്ടും ജനാനുഭവത്തിലേക്ക് വരണം. വരാത്തിടത്തോളം കാലം നമ്മൾ അനുഭവിച്ച ആത്മീയത ഇവരെന്ത് ചെയ്യാണ്? അനുകരിക്കും. നമ്മുടെ പാട്ട് അനുകരിക്കും, പ്രാർത്ഥന അനുകരിക്കും, അന്യഭാഷ അനുകരിക്കും, പ്രസംഗം അടക്കം എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ യൂത്ത് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എന്താ നടക്കുന്നത്? പിള്ളേരെ അനുഭവത്തിൽ നിന്നാണോ പ്രസംഗിക്കുന്നത്? അല്ല, അവരുടെ കഴിവുകൾ എന്ത് ചെയ്യാണ്? കഴിവുകളെ ഒരിക്കലും നമ്മൾ ആത്മീയതയായിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ കാണരുത്. മനസ്സിലാകുന്നുണ്ട്? ഇപ്പോൾ പാട്ട് പാടാനായിട്ട് കഴിവുള്ള അപ്പനും അമ്മയാണെങ്കിൽ അറിയാതെ തന്നെ പിള്ളേര് ആരായി തീരും? അവർക്ക് പാടാനുള്ളൊരു കഴിവ് കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? ആ കഴിവിനെ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്തായിട്ട്? ആത്മീയതയായിട്ട് നമ്മുടെ കഴിവുകളെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൊച്ച് എഴുന്നേറ്റ് ഒരു പ്രസംഗം പറയുമ്പോൾ ആ കൊച്ച് ആരാണ് നമ്മൾ ധരിക്കരുത്? വീണ്ടും ജനിച്ച ആത്മീയതയുള്ള ആളാണ് നമ്മൾ ധരിക്കരുത്. നമുക്ക് അവിടെയാണ് തെറ്റുപറ്റുന്നത്. അതായത് കഴിവുകളെ നമ്മൾ എന്തായിട്ട് കാണുന്നു? ആത്മീയതയായിട്ട് കാണും. എന്ന് പറഞ്ഞാൽ കഴിവ് തെറ്റാണെന്നല്ലോട്ട് ഞാൻ പറയുന്നത്. കഴിവ് നല്ലതാണ്. പക്ഷെ ഈ കഴിവ് എന്ത് ചെയ്യണം? അതായത് ഇത് വിശുദ്ധീകരിക്കപ്പെടണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് വലിയ അപകടകരമായി തീരും. അപ്പോൾ ഒന്നാം തലമുറയ്ക്ക് എന്തുണ്ട്? അനുഭവമുണ്ട്. പക്ഷെ രണ്ടാം തലമുറയ്ക്ക് എന്തില്ല?
അനുഭവമില്ല. അതായത് ഒന്നാം തലമുറ അനുഭവിച്ചത് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങും? അനുകരിക്കാൻ തുടങ്ങും. പിന്നീട് അടുത്ത പ്രശ്നം എന്താണെന്നറിയുമോ? പിന്നീട് ഇതൊരു ആചാരമായി തീരും. പിന്നീട് എന്താണ്? അതായത് എന്താണ്? സഭ കൂടി പോവുക. പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ നമുക്ക്, എന്ന് പറഞ്ഞാൽ പാട്ട് പാടും, 2 പാട്ട് ആദ്യം പാടും, പിന്നെ 2 പേരും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, പിന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ മനസ്സിൽ ഇപ്പൊ എന്താണ്? ഒരു ഫോട്ടോ കോപ്പി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സഭായോഗത്തിൽ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതൊന്നും നമ്മൾ എന്തിലല്ല ചെയ്യുന്നത്? ഒരു ആത്മീയതയെ നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം ഇതൊരു റിലീജിയൻ മാത്രമാണ്, ഇതൊരു മത സംവിധാനം മാത്രമാണ്. മനസ്സിലാകുന്ന അനുഭവത്തിൽ അല്ലാത്തിടത്തോളം കാലം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഇതിപ്പോ രക്ഷിക്കപ്പെട്ടവർക്ക് സംഭവിക്കാം. അതായത് ഒരു കാലത്ത് നമുക്ക് അനുഭവമായതൊക്കെ നമ്മളെ ദൈവകൃപയിൽ നിന്ന് മാറിപ്പോയാൽ പിന്നെ നമുക്കിത് എന്തായി വരും? നമുക്ക് ഇതൊക്കെ ഒരു അനുകരണമായി തീരും. കാരണം എന്താണ്? ഒരു സമയത്ത് ഞാൻ ദൈവത്തെ അനുഭവിച്ച നാളുകൾ ഉണ്ടായിരുന്നു. ആ അനുഭവിച്ച നാളിലെ പ്രാർത്ഥനയ്ക്ക് ഒരു മാധുര്യം ഉണ്ടല്ലേ? ഉണ്ടോ? അന്നത്തെ ആ സ്തോത്രത്തിന് ഒരു ശക്തിയുണ്ട്. പക്ഷെ ഇത് കുറെ കഴിയുമ്പോൾ ഒരു ആചാരമായി തീർന്നാൽ മനസ്സിലാക്കണം, ഇതിന്റെ അകത്ത് ഒരു സംഭവം നടക്കത്തില്ല. കാരണം ഇങ്ങനെയാണ് ആത്മീയതയുടെ എന്താണ് പടിപടിയായിരിക്കുന്ന തകർച്ചകൾ. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ആദ്യകാലത്തെ അനുഭവങ്ങൾ പിന്നീട് തീരുന്നു അനുകരണമായി തീരും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് എന്തായിരിക്കും? ഇത് ആചാരമായിരിക്കും. അടുത്തത് എന്ന് പറയുന്നത് ഈ ആചാരത്തിന് ശേഷം ഇതിനെ പിന്നെ തിരസ്കരിക്കാൻ തുടങ്ങും. മനസ്സുകൊണ്ട് എന്ത് ചെയ്യും? ഇത് എന്ത് സംഭവമായത്? ചുമ്മാ എല്ലാ ദിവസവും എന്തൊക്കെയോ വന്ന് പാട്ട് പാടുന്നു, ഉപദേശിമാര് അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു. പിന്നെ നമ്മുടെ മനസ്സിൽ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സുകൊണ്ട് ഈ സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യും? തിരസ്കരിക്കും. എന്ന് പറഞ്ഞാൽ അതായത് ആ തിരസ്കരണത്തിന്റെ പ്രകടമായ ലക്ഷണമാണ് പിന്നെ നമ്മുടെ ആളുകൾ ഇതിന്റെ അകത്തേക്ക് വരത്തില്ല. തിരസ്കരണം. അപ്പൊ തിരിച്ചറിയണം നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് യേശു കർത്താവ് നമ്മിലുണ്ടോ എന്ന് ഓരോ ദിവസം എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിക്കപ്പെടണം. അതായത് ഇന്നലത്തെ അനുഭവത്തിൽ എനിക്ക് ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നലത്തെ അനുഭവത്തിൽ എനിക്ക് ഇന്ന് ക്രിസ്ത്യ ജീവിതം നയിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഓരോ ദിവസം നമ്മൾ കർത്താവിനെ എന്ത് ചെയ്യണം? അറിയണമെന്നല്ല പറയുന്നത്, കർത്താവിനെ നമ്മൾ അനുഭവിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അനുഭവിക്കാത്തിടത്തോളം കാലം ഇത് കേവലം അനുകരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ദൈവസഭയുടെ മൂല്യച്യുതി എന്ന് പറയുന്നത് ദൈവമക്കൾ മനസ്സിലാക്കണം. എന്താണ്? നമ്മൾ ഈ ആ ഒരു ദൈവികമായിരിക്കുന്ന ആ സ്പർശനത്തിൽ നമ്മൾ മാറിപ്പോയാൽ സംഭവിക്കുന്നത് ഒന്നാം തലമുറയ്ക്കും ഈ ദോഷം സംഭവിക്കാം. അപ്പൊ ഒന്നാം തലമുറയ്ക്ക് കേട് സംഭവിച്ചാൽ രണ്ടാം തലമുറ നിശ്ചയമായിട്ട് തകർന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ രണ്ടാം തലമുറ വഴിവിട്ടു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, ഇത് ഉത്തരവാദികൾ എന്ന് പറയുന്ന ആര് തന്നെയാണ്? ആദ്യ തലമുറയാണ്. ആദ്യ തലമുറ കലർപ്പില്ലാതെ ആർക്ക് ഇത് പകർന്നു കൊടുക്കണം? രണ്ടാം തലമുറയ്ക്ക് അത് വ്യാജം പകർന്നു കൊടുക്കരുത്. ഇത് ഒറിജിനൽ ആത്മീയ അനുഭവം നമുക്ക് തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ മക്കൾ ഇത് മനസ്സുകൊണ്ട് അവർ ഇതിനെ തള്ളിക്കളയും. അവർക്ക് പ്രായമാകുന്ന സമയത്ത് പ്രതികരിക്കാൻ കഴിവുള്ളപ്പോൾ അവർ പച്ചയായിട്ട് തന്നെ എന്ത് ചെയ്യും? എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ പുറത്തു പോയിരിക്കും. അതാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ സംഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പള്ളി മേടകളൊക്കെ എന്താണ്? ഇന്ന് ഏറ്റവും മോശപ്പെട്ട സ്ഥലങ്ങളായി മാറുകയാണ്. അതൊക്കെ വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? ഈ വിശ്വാസത്തെ നമ്മൾ എന്താണ് യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നു. അതിവിശുദ്ധ വിശ്വാസം എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഓരോ ദിവസവും ഞാനും എന്റെ കർത്താവിന്റെ ബന്ധം എങ്ങനെയാണെന്ന് അവരവർ തന്നെ പരിശോധിച്ചു വരണം. കർത്താവിന്റെ സ്തോത്രം ചെയ്ത് ഞാൻ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഈ പിള്ളേരിരുന്നപ്പോൾ എനിക്ക് നല്ല ഉത്സാഹം തോന്നി. അവർ എന്തെങ്കിലും ഒരു എന്താണ് ആർജവത്തോടെ പാടുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നിക്കൊണ്ടാണ് ഈ മക്കളോട് ഉപദേശം പറഞ്ഞത്. നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടാണോ മക്കളെ? സ്നാനം എടുത്താണോ? അതെ. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? പ്രാപിച്ചു. നിങ്ങൾ അനുഭവത്തിൽ നിലനിൽക്കണം. നമ്മുടെ കഴിഞ്ഞ ക്യാമ്പിൽ ഇരിക്കുന്ന കുറെ പിള്ളേര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പക്ഷെ ആ പ്രാപിച്ച അനുഭവം എന്ത് ചെയ്യണം?
അതിനെ നിലനിർത്തണമെങ്കിൽ ആ നിലനിർത്തേണ്ട ഏറ്റവും നല്ല സാഹചര്യം ഉണ്ടാകണം നമ്മുടെ വീടുകളിൽ തന്നെയായിരിക്കണം. അതിനെ നമ്മൾ ഊതിക്കെടുത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ പലപ്പോഴും സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെടുന്ന പിള്ളേരുണ്ട്. അവിടെ വരുന്ന കാരണം അവരുടെ ദൈവാത്മാരുടെ അകത്ത് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടുകളാണ്. പക്ഷേ ആ സമർപ്പണം എവിടെ വരുമ്പോൾ അതിനെ തീർത്തു കളയുന്നറിയോ? വീട്ടിൽ വരുമ്പോൾ പറയും നീ സുവിശേഷ വേലയ്ക്കൊന്നും പോകണ്ട, നിനക്ക് അതിന് പേരുള്ള വിളിയില്ല. കാരണം അപ്പനും അമ്മ അങ്ങ് തീരുമാനിക്കുകയാണ്. മനസ്സിലാകണം, ഇങ്ങനെയൊക്കെ വിളിയില്ലെന്നൊക്കെ പറഞ്ഞ മക്കൾ പോയ വഴികൾ ഭയങ്കരമാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? കാരണം അവരുടെ മനസ്സിൽ പരിശുദ്ധാത്മ ഒരു പ്രേരണ കൊടുത്താൽ ശരിക്കും പ്രേരണയ്ക്ക് നമ്മളൊരു ഉത്സാഹം കൊടുക്കണം. നമ്മൾ അതിനൊരു ബാക്ക് സപ്പോർട്ട് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പിള്ളേര് ആത്മീയതയിൽ വളരാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ അവരായിരിക്കുന്ന ദൈവസഭയും ഇതിനൊക്കെ ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന ഇടങ്ങളായാൽ മാത്രമാണ്